മൂന്ന് കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പ്രാർത്ഥന കാണാൻ റസൂലുള്ളാഹി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കാണാൻ പറ്റും. ഇമാം തിർമിദി ഉദ്ധരിച്ച, ഇമാം അഹ്മദും തിർമിദിയും ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തെ ഞാൻ ചോദിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹം, അള്ളാഹിന്റെ ഔലിയാക്കളെ സ്നേഹിക്കാൻ പറ്റിയ ആ സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ അമലൻ യുഖർരിബു ഇലാ ഹുബ്ബിക. നിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, അതിലേക്ക് എന്നെ അടുപ്പിക്കാൻ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളോടുള്ള സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. നമുക്കിത് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന ഉണ്ടാകണം. രണ്ടാമത് പറഞ്ഞ സംതൃപ്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വഅസ്അലുക റിദാ ബിൽ ഖളാ. അല്ലാഹുവേ, ഖളായിൽ നീ സംതൃപ്തി നൽകണമേ. നിന്നിൽ നിന്നുണ്ടാകുന്ന ഖളായിൽ നീ റിള നൽകണമേ, സംതൃപ്തി നൽകണമേ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ കടം നീങ്ങാൻ, ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങിത്തരാൻ നമ്മൾ പഠിച്ചിട്ട് പ്രാർത്ഥിക്കും. നമ്മൾ കാര്യമായിട്ടുള്ള പ്രാർത്ഥന അധികാരം ദുനിയാവിലെ ഓരോ പ്രശ്നങ്ങൾ നീക്കിത്തരാ എന്നുള്ളതായിരിക്കും. പക്ഷെ പടച്ചവനെ, നിന്നിൽ ഉണ്ടാകുന്ന ഖളാഉകളിൽ സംതൃപ്തി പടച്ചവനെ നീ എനിക്ക് നൽകണേ എന്ന്. ഖളാഉ പ്രയാസകരമാണെങ്കിലും തൃപ്തിപ്പെടാനുള്ള തൗഫീഖ് നൽകണേ എന്ന് പടച്ചവനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ഇമാം അഹ്മദ് നസായി ഉദ്ധരിച്ച ഹദീസാണ്. മൂന്നാമത് മനസ്സ് ശുദ്ധിയാക്കാനുള്ള പ്രാർത്ഥന, അല്ലെ? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ട്. നമ്മൾ കേട്ട് പരിചയിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുവേ, എൻ്റെ മനസ്സിനെ തഖ്വ നൽകണമേ, നീ അതിനെ സംസ്കരിക്കണമേ, ശുദ്ധീകരിക്കണമേ. നീയാണ് അതിനെ സംസ്കരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ, നീയാണ് അതിന്റെ രക്ഷാധികാരി, അതിനെ കൈകാര്യം ചെയ്യുന്നവൻ. മനസ്സിനെ കൈകാര്യം ചെയ്യുന്നവൻ, അതിന്റെ രക്ഷാധികാരി റബ്ബേ നീയാണ്. അതുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ച് തരണേ. മനസ്സ് ശുദ്ധീകരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.